അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറഹ് ബഖറ 247 ആയത്തിൻ്റെ അവസാന ഭാഗത്താണ് നമ്മൾ നിർത്തിയിരുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലാഹു യുഅ്തി മുൽകഹു മൻ യശാ വല്ലാഹു വാസിഉൻ അലീം. വല്ലാഹു യുഅ്തി. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പല്ലിനെ ചുണ്ടിൽ തട്ടിക്കാതെ നോക്കുക. അവ്വാ എന്നുള്ള നാമത്തിൻ്റെ മുന്നേൽ അക്ഷരത്തിന് ഫതഹ വന്നു. അവ്വാ എന്നുള്ള നാമത്തിലെ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഇവിടെ ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ അവസാന ഭാഗത്ത് തന്നെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ഹംസയുടെ സൗണ്ടായി പോവാൻ ചാൻസ് ഉണ്ട്, ശ്രദ്ധിക്കുക കേട്ടോ. യുഅ്തി മുൽക. ഹംസ കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. യുഅ്തി നോതരുത്, യുഅ്തി. ഹംസയെ ക്ലിയർ കട്ടാക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. മുൽകഹു മൻ യശാ. ലാം കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. കാഫ് ഉച്ചരിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ചെരിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഹ കൂടെ വാവ് സൈറയാണ് വന്നിട്ടുള്ളത്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. മൻ യശാ. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇതാം ബൗന്നയുടെ അക്ഷരമായിട്ടുള്ള യാ വന്നു. നൂൻ സാക്കിനയെ യായിലേക്ക് ലയിപ്പിച്ച് ഒന്ന കൊടുത്തിട്ട് ഓതാട്ടോ. മൻ യശാ അതുപോലെ ഓതാട്ടോ. ഇനി ഷീനിൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെയാണ് ഹംസ വന്നിട്ടുള്ളത്. മദ് വാജിബ് മുത്തസിലാണ്. 4 5 കൗണ്ട് നിർബന്ധമായിട്ടും നീട്ടിക്കൊടുക്കുക കേട്ടോ. ഇനി ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമ് വന്നിട്ടുണ്ട്. വഖഫും വസ്ലും നമുക്കിടെ അനുവദനീയമാണ്. ഇനി വഖഫ് ചെയ്യുന്ന സമയത്ത് ഹംസക്ക് സുക്കൂന് കൊടുക്കുമ്പോൾ ഹാഫ് സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വല്ലാഹു വാസിഉൻ അലീം. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. അവ്വാ എന്നുള്ള നാമത്തിൻ്റെ മുന്നേയുള്ള അക്ഷരത്തിന് ഫതഹ വന്നതുകൊണ്ട് അവ്വാ എന്നുള്ള നാമത്തിലെ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. വാസിഉൻ അലീം. വാവിൻ്റെ കൂടെ അലിഫ് സൈറയാണ് വന്നിട്ടുള്ളത്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഐനിന് വമ്മ തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇദ്ഹാറിൻ്റെ ലെറ്ററായിട്ടുള്ള ഐന് വന്നു. തെൻവീനിലുള്ള നൂനിനെ വ്യക്തമാക്കി മണിക്കാതെ ഓതിക്കൊടുക്കുക കേട്ടോ. ഇവിടെ തെൻവീന് തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും തെൻവീന് മറ്റൊരു രൂപത്തിലാണ് കാണുന്നത്. ഒരു വമ്മ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു റാ കമഴ്ത്തിയത് പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇദ്ഹാറിൽ മാത്രമാണ് വമ്മ തെൻവീനുകളെ ഇതുപോലെ കാണുന്നത് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കുക. വാസിഉൻ അലീം. ഐനിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്തുനിന്ന് കൊണ്ടുവരിക. ഇനി മദ് 6 സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2 4 6 കൗണ്ട് വീതം നീട്ടിയിട്ട് വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. وقال لهم نبيهم إن آية ملكه أن يأتيكم التابوت فيه سكينة من ربكم وبقية مما ترك آل موسى وآل هارون تحمله الملائكة إن في ذلك لآية لكم إن كنتم مؤمنين. فقال لهم نبيهم. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പല്ലിനെ ചുണ്ടിൽ തട്ടിക്കാതെ നോക്കുക. ഖാഫ് ഇസ്തിഅലാഇൻ്റെ ലെറ്റർ ആയതുകൊണ്ട് നാവിൻ്റെ ബേക്ക് മുകളിലേക്ക് പൊക്കിയിട്ട് തർഫീം ചെയ്യുക കേട്ടോ. ഖാഫിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കുകയും ചെയ്യുക. അലിഫ് മദ് കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. ലഹും നബിയുഹും. ഇവിടെ മീം സാക്കിനയ്ക്ക് ശേഷം ബ മീം ഈ 2 അക്ഷരം ഒഴിച്ചിട്ടുള്ള ഏതൊരക്ഷരം വന്നാലും മീം സാക്കിനയെ വ്യക്തമാക്കി മണിക്കാതെ ഓതി കൊടുക്കുക കേട്ടോ. ഇദ്ഹാർ ചെയ്തിട്ട് ഓതുക. ലഹും നബിയുഹും എന്ന് മണിച്ചിട്ട് ഓതരുത്. ലഹും നബിയുഹും അതുപോലെ ഓതുക കേട്ടോ. യാക്ക് ശബ്ദ വന്നിട്ടുണ്ട്, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. ഇന്ന ആയത മുൽകി. നൂനിന് ശ്രദ്ധ വന്നിട്ടുണ്ട്, അഖ്മൽ ഔനനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക. ഹംസയുടെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ആയത മുൽകിഹി അൻ യഅതിയകും. ലാം കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഹ വമീറിൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നു, അപ്പോൾ 4 5 കൗണ്ട് നീട്ടിക്കൊടുക്കണം. വമീറിൻ്റെ നിയമത്തിലുള്ളൊരു മദ്ദാണ് മദ് സില ഉബ്റ. ഐ മുൽകിഹി അൻ യഅതിയകും. ഹംസ കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. യഅതിയകുമുത് താബൂത്ത്.
താക്ക് ശബ്ദം വന്നിട്ടുണ്ട്, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. അലിഫ് കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടി കൊടുക്കുക കേട്ടോ. ബ കൂടെ വൗമദ്ദാണ് വന്നിട്ടുള്ളത്, അവിടെയും നമ്മൾ 2 കൗണ്ട് മാത്രം നീട്ടാനായിട്ട് ശ്രദ്ധിക്കുക. ഫീഹി സകീനത്തും മിർ റബ്ബിക്കും. ഫ കൂടെ യാമദ്ദാണ് വന്നിട്ടുള്ളത്, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. നമ്മുടെ മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്താണ് വെക്കേണ്ടത്, ശ്രദ്ധിക്കുക കേട്ടോ. ഫീഹി ഹ അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ അവസാന ഭാഗത്തുനിന്ന് കൊണ്ടുവരിക. ഫീ ഇ എന്ന് പറഞ്ഞിട്ട് ഹംസയുടെ സൗണ്ടായി പോവരുത്. ഫീഹി സകീനത്തും മിർ റബ്ബിക്കും അതുപോലെ ഓതുക കേട്ടോ. കാഫിൻ്റെ കൂടെ യാമദ് വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ത വമ്മ തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ബെഗുനയുടെ അക്ഷരമായിട്ടുള്ള മീം വന്നു. തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിൻ്റെ മീമിലേക്ക് ലയിപ്പിച്ച് ഉന്നയോടുകൂടി ഓതി കൊടുക്കുക. സകീനത്തും മിർ റബ്ബിക്കും അതുപോലെ നന്നായിട്ട് മണിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നൂൻ സാക്കിനയ്ക്ക് ശേഷം ബിലാഗുനയുടെ അക്ഷരമായിട്ടുള്ള റോ വന്നു. നൂൻ സാക്കിനെ നമ്മൾ റോയിലേക്ക് ലയിപ്പിക്കുന്നുണ്ട്, പക്ഷെ ഉന്ന കൊടുക്കാതെ ഓതി കൊടുക്കുക കേട്ടോ. മിർ റബ്ബിക്കും വബഖിയത്തും മിമ്മാ. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്റർ ആണല്ലോ. ഇസ്തിഅലാൻ്റെ ലെറ്റേഴ്സിന് കിസ്റയാവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ നാവിൻ്റെ ബേക്ക് കൂടുതലായിട്ട് മുകളിലേക്ക് പൊക്കാൻ കഴിയില്ല. അപ്പോൾ അക്ഷരത്തിൻ്റെ സൗണ്ടിനെ വ്യക്തമാക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. കഴിയെന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കുക. യാക്ക് ശബ്ദം വന്നു, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. താക്ക് വമ്മ തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ബെഗുനയുടെ അക്ഷരമായിട്ടുള്ള മീമ് വന്നു. അപ്പോൾ തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ നമ്മൾ മീമിലേക്ക് ലയിപ്പിച്ച് നന്നായിട്ട് ഉന്ന കൊടുത്തിട്ട് ഓതുക കേട്ടോ. വബഖിയത്തും മിമ്മാ. അടുത്ത മീമിനും ശബ്ദം വന്നിട്ടുണ്ട്, അഖിമൽ ഒന്നനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക കേട്ടോ. വബഖിയത്തും മിമ്മാ തറക ആലു മൂസ. ത ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക, റോ ഹെവി ആക്കി കൊടുക്കുക. റോക്ക് ഫതഹയാകുമ്പോൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. കാഫ് ഉച്ചരിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ചെരിച്ചു കൊടുക്കാനും ശ്രദ്ധിക്കുക. ആലു മൂസ വ ആലു ഹാറൂൻ. ഹംസയുടെ കൂടെ അലിഫ്മദ്ദാണ് വന്നിട്ടുള്ളത്, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. മീമിൻ്റെ കൂടെ വൗമദ് വന്നു, അവിടെയും നമ്മൾ 2 കൗണ്ട് മാത്രം നീട്ടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വ ആലു ഹാറൂൻ. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് പിടിക്കുക, പല്ലിനെ ചുണ്ടിൽ തട്ടിക്കാതെ നോക്കുക കേട്ടോ. ഹംസയുടെ കൂടെ അലിഫ്മദ് വന്നു, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ഹ സൗണ്ടിനെ തൊണ്ടയുടെ അവസാന ഭാഗത്ത് തന്നെ കൊണ്ടുവരിക കേട്ടോ. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. അലിഫ് സൊയറയാണ് കൂടെ വന്നിട്ടുള്ളത്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. ഹാറൂന തഹ്മിലുഹുൽ മലായിക. റോ വമ്മയായതുകൊണ്ട് നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. വമദും കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കണേ. തഹ്മിലുഹുൽ മലായിക. ഹ അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരിക. ഹ സൗണ്ട് വരുന്നത് തൊണ്ടയുടെ അവസാന ഭാഗത്തു നിന്നാണ്. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. ലാം കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹഫ് സുക്കൂന് കൊടുക്കുക. ലാമിൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെയാണ് ഹംസ വന്നിട്ടുള്ളത്. മദ് വാജിബ് മുത്തസിലാണ്, 4 5 കൗണ്ട് നിർബന്ധമായിട്ടും നീട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമ് വന്നിട്ടുണ്ട്. വഖഫും വസ്ലും നമുക്കവിടെ അനുവദനീയമാണ്. ഇനി നമ്മൾ ത മർബൂത്തയിൽ വഖഫ് ചെയ്യുമ്പോൾ ഹാ സുക്കൂനിൻ്റെ സൗണ്ട് കൊടുത്തിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. മലായിക്കത്ത് എന്ന് പറഞ്ഞിട്ട് വഖഫ് ചെയ്യരുത്. തഹ്മിലുഹുൽ മലായിക അതുപോലെ വഖഫ് ചെയ്യാട്ടോ. ഇന്ന ഫീ ദാലിക ലആയതൻ ലക്കും. നൂനിന് ശബ്ദം വന്നിട്ടുണ്ട്, അക്മൽ ഒന്നനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക. ഫി ഫ കൂടെ യാമദ് വന്നു, 2 കൗണ്ട് മാത്രം നീട്ടിക്കൊടുക്കുക. ദാലിക്ക ദാലിനെ ലൈറ്റാക്കി കൊടുക്കുക കേട്ടോ. ദാലിക്ക നോതരുത്, ദാലിക്ക നമ്മുടെ നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ അറ്റത്ത് കൊണ്ടുപോയിട്ട് വെക്കുക കേട്ടോ. അലിഫ് സൊയറയാണ് ദാലിൻ്റെ കൂടെ വന്നിട്ടുള്ളത്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. കാഫ് ഉച്ചരിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ചെരിച്ചു കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. ലആയതൻ ലക്കും. താക്ക് ഫതഹ തെൻവീന് വന്നിട്ടുണ്ട്. തെൻവീനിന് ശേഷം ബിലാഗുനയുടെ അക്ഷരമായിട്ടുള്ള ലാമ് വന്നു. അപ്പോൾ തെൻവീനിലുള്ള നൂനിനെ നമ്മൾ ലാമിലേക്ക് ലയിപ്പിച്ചിട്ട് ഒന്ന കൊടുക്കാതെ ഓതാ. ലയിപ്പിക്കുന്നുണ്ട്, പക്ഷെ അവിടെ മണിക്കാതെ ഓതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ലആയതല്ലക്കും എന്ന് മണിച്ചിട്ട് ഓതരുത്. ലആയതല്ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാൻ്റെ ലെറ്ററായിട്ടുള്ള കാഫ് വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. ഇൻ കുൻതും എന്നവിടെ ഓതരുത്. ഇൻ കുൻതും അതുപോലെ നൂനിൻ്റെ സൗണ്ടിനെ ഹൈഡ് ചെയ്യുകയും ചെയ്യുക, മണിക്കും ചെയ്യുക കേട്ടോ. ഇനി അടുത്തത്
നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാൻ്റെ ലെറ്ററായിട്ടുള്ള താ വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. പിന്നെ മീം സാക്കിനയ്ക്ക് ശേഷം മീം തന്നെ വന്നു. ഇദാം ഷഫവിയാണ് വരുന്നത്. സുക്കൂനായ മീമിനെ അടുത്ത മീമിലേക്ക് ലയിപ്പിച്ചിട്ട് ഒന്നയോടുകൂടി ഓതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കുന്തും മുഅ്മിനീൻ അതുപോലെ ഓതുക കേട്ടോ. ഇനി ഹംസ ഖൽഖല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. മുഅ്മിനീൻ ഓതരുത്, മുഅ്മിനീൻ അതുപോലെ ഓതുക കേട്ടോ. ഇനി മദ് ആറ് സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 കൗണ്ട് വീതം നീട്ടിയിട്ട് വഖഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.